നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് പിന്നാലെ പാർട്ടിയിൽ തെറ്റുതിരുത്തൽ വേണമെന്ന കേന്ദ്ര കമ്മിറ്റിയുടെ ആജ്ഞയ്ക്ക് മുൻപിൽ ഒടുവിൽ CPM നേതൃത്വത്തിന് മുട്ടുമടക്കേണ്ടി വന്നിരിക്കുകയാണ്. സെപ്റ്റംബർ 13 മുതൽ 15 വരെ കോഴിക്കോട് നടക്കുന്ന വിശാല സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും നേതൃത്വത്തിലും വൻ അഴിച്ചുപണി നടക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. തങ്ങളുടെ അഹങ്കാരത്തിനും സ്വജനപക്ഷപാതത്തിനും ജനങ്ങൾ നൽകിയ കനത്ത തിരിച്ചടിയിൽ പകച്ചു നിൽക്കുന്ന നേതാക്കൾ ഇപ്പോൾ സ്ഥാനം രക്ഷിച്ചെടുക്കാനുള്ള ഒത്തുതീർപ്പ് നാടകങ്ങളിലാണ്. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് MV ഗോവിന്ദൻ പടിയിറങ്ങണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ കൊടുങ്കാറ്റായി മാറിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്വന്തക്കാർക്കായി കസേരകൾ മാറ്റിവെച്ചതും അണികളിൽ നിന്ന് കടുത്ത എതിർപ്പുയർന്നിട്ടും തെറ്റുകൾ തിരുത്താൻ തയ്യാറാകാതിരുന്നതുമാണ് ഗോവിന്ദന് വിനയായത്. കേന്ദ്ര കമ്മിറ്റിയുടെ വ്യക്തമായ നിർദ്ദേശമുണ്ടായിട്ടും അഴിമതി ആരോപണ നിഴലിലുള്ള പത്മകുമാറിനെതിരെ ഒരു ചെറിയ നടപടി പോലും എടുക്കാൻ ഗോവിന്ദന് ധൈര്യമുണ്ടായില്ല. സംസ്ഥാന സെക്രട്ടറിയുടെ അഹങ്കാരം നിറഞ്ഞ വാർത്താ സമ്മേളനങ്ങളും യുക്തിയില്ലാത്ത ന്യായീകരണങ്ങളും പാർട്ടിയുടെ അടിത്തറയിളക്കി. വോട്ടർമാരെ പാർട്ടിയുമായി കൂടുതൽ അകറ്റാൻ മാത്രമേ ഗോവിന്ദന്റെ പ്രതികരണങ്ങൾ ഉപകരിച്ചുള്ളൂ. താഴെ തട്ടിലെ അണികളുടെ അമർഷം കാണാനോ നേതാക്കൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാനോ സാധിക്കാത്ത തികഞ്ഞ പരാജയമായി സംസ്ഥാന സെക്രട്ടറി മാറിയെന്ന വിലയിരുത്തലുകളും താഴെ തട്ടിൽ ശക്തമായിട്ടുണ്ട്. മുതിർന്ന നേതാക്കൾക്കെതിരെയുള്ള കേന്ദ്ര കമ്മിറ്റിയുടെ വിമർശന റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റി തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. ഏതാനും വ്യക്തികളുടെ പ്രതിച്ഛായ നിർമ്മിതിക്കും പിണറായി വിജയനെ ചുറ്റിപ്പറ്റിയുള്ള വ്യക്തിപൂജയ്ക്കുമാണ് പാർട്ടി പ്രാധാന്യം നൽകിയതെന്നും ജനകീയ വിഷയങ്ങളിൽ നിന്ന് പൂർണ്ണമായി അകന്നതാണ് തിരിച്ചടിക്ക് കാരണമെന്നുമാണ് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കോഴിക്കോട് നടക്കുന്ന 3 ദിവസത്തെ വിശാല യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് പുറമെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ബഹുജന സംഘടനാ ഭാരവാഹികളും പങ്കെടുക്കും. തമ്പുരാൻ സംസ്കാരത്തിനെതിരെ അണികൾ ചോദ്യശരങ്ങൾ ഉന്നയിക്കുമെന്നുറപ്പായതോടെ മുൻനിര നേതാക്കളുടെ കസേരകൾ ഇളകുമെന്നുറപ്പാണ്. തിരുവനന്തപുരത്ത് AKG സെന്റർ കേന്ദ്രീകരിച്ച് പാർട്ടി നിലപാടുകൾ ജനങ്ങൾക്ക് മുൻപിൽ കൃത്യമായി വിശദീകരിക്കാൻ ശേഷിയുള്ള പുതിയ നേതാക്കളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവരാനാണ് നീക്കം. വൻ തോൽവിക്ക് ശേഷവും തെറ്റുകൾ മൂടിവെക്കാൻ ശ്രമിച്ചാൽ കേരളത്തിൽ CPMന്റെ അടയാളം തന്നെ ഇല്ലാതാകുമെന്ന ഭയമാണ് ഇപ്പോൾ തിരുത്തൽ നാടകത്തിന് നേതൃത്വത്തെ പ്രേരിപ്പിക്കുന്നത്.